9:30 AM നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, 3 PM സ്റ്റോപ്പ് ചെയ്യും. അറൈവൽ ഡിപ്പാച്ചർ രണ്ടും പങ്ക്ച്വൽ ആയിരിക്കണം, ഒരു വിട്ടുവീഴ്ചയില്ല കാര്യത്തിൽ. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഏർലി വരാമെന്ന് വിചാരിക്കൂ, കുട്ടിയെ പിക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ഏർലി വരാം, ഒരു 2:59 വരാമെന്ന് വിചാരിച്ചാൽ നോ, ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇവിടെ നമ്മളത് അനുവദിക്കില്ല. ഇനി അഥവാ 3 കഴിഞ്ഞ് 3:01 ആയെന്ന് വിചാരിക്കൂ, കൊണ്ടുപോകാൻ നമ്മളിത് സ്റ്റോപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. അല്ല മാഡം, ഇനിയിപ്പോൾ അബദ്ധവശാൽ മനുഷ്യരല്ലേ, എങ്ങാനും ഒരു മിനിറ്റ് നേരത്തെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വരരുത്, നേരത്തെ വരരുത്. യെസ്, വരരുത്. ഇത് നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങളുടെ കുട്ടിയുടെ വളർച്ച നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ യു ഷുഡ് കം 3 PM. ഓക്കെ? ഇത് പറയുന്നത് എന്താണെന്നറിയോ, കുട്ടികൾക്ക് പഞ്ച്വാലിറ്റിയെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവണം. യെസ്, അതുകൊണ്ടാണ്. അത് മാതാപിതാക്കളാണല്ലോ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓ പിന്നെന്താ. സാറിന്റെ പേരെന്താണ്? എൻ്റെ പേര് സത്യശീലൻ. ഓ, എന്ത് ചെയ്യുന്നു? ഞാനൊരു തുണിക്കട നടത്തുന്നു. ഓ, എന്താണ്? ടൗണിലെ പഞ്ചമി സിൽക്സ്. ഓ, പഞ്ചമി ഷോപ്പ്. അതൊരു വലിയ ഷോപ്പാണല്ലോ. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഞങ്ങൾ ഈ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ അഡ്മിഷൻ എടുത്താൽ മതി, നമുക്ക് നിർബന്ധമില്ല. ഓക്കെ? അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ പാരൻസ് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാനിപ്പോൾ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. കുട്ടി ഇവിടെ കൊണ്ടുവന്നാക്കുന്നതും തിരിച്ചു കൊണ്ടുപോകുന്നതും സൈക്കിൾ, 2 വീലർ, ഓട്ടോ ഇങ്ങനെയുള്ള വാഹനങ്ങളിലൊന്നും അനുവദിക്കില്ല. പിന്നെ നിങ്ങൾ കാറിൽ തന്നെ വരണം. അത് കുറച്ച് വില കൂടിയ കാറിൽ തന്നെ വരണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റാണ്. സാധിക്കുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും വലിയൊരു ഷോപ്പ് നടത്തുന്ന സാറല്ലേ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പാരൻസ് ഇതുപോലുള്ള ചീപ്പ് കോസ്റ്റ്യൂമിൽ ഇവിടെ വരാൻ പാടില്ല. അതെന്താ അങ്ങനെ സംഭവിച്ചത്? ഓൾഡ് സ്റ്റോക്ക് ആണോ നിങ്ങൾ ഉപയോഗിക്കാറ്? അതായത് സാരി ഉടുത്തോണ്ട് വരേണ്ട കാര്യമില്ല. ഇൻ കേസ് നിങ്ങൾ സാരിയാണ് ഉടുക്കുന്നതെങ്കിൽ ഇതേപോലെ ട്രെൻഡി ആയിട്ടുള്ള സാരീസ് യൂസ് ചെയ്യണം. ഓക്കെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാച്ച, ജീൻസ് ആൻഡ് ടോപ്പ്, പലാസോ, അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാലോ. അല്ല, അതിപ്പോ ഓരോ ആളുകൾക്കും ഓരോരുടെ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ? അല്ല, ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ രീതികൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റൂ. പിന്നെ ഇതേപോലെ നോർമൽ ആയിട്ടുള്ള മേക്കപ്പ് ഇവിടെ അനുവദിക്കില്ല. നല്ല ഡാർക്ക് കളർ ലിപ്സ്റ്റിക്ക് മസ്റ്റാണ്. ഹെയർ കുറച്ചും കൂടി ട്രെൻഡി ആക്കണം. അല്ല മാഡം, ഇനിയിപ്പോ കൊച്ചിനെ വിളിക്കാൻ വരുന്നത് ഞാനാണെങ്കിൽ ഞാനും ഈ ലിപ്സ്റ്റിക് ഇടണോ? അയ്യോ, വേണ്ട. സാറിന്റെ ഹെയറിൽ എന്തെങ്കിലും ഒരു സ്റ്റൈലൈസ് ചെയ്തിട്ട് സാറിന്റെ മുടി വേണമെങ്കിൽ ഇത് ഇങ്ങനെ നിർത്താം. ഇതിങ്ങനെ ഈ മുള്ളമ്പന്നിക്ക് ദേഷ്യം വന്ന പോലെ ഇതിങ്ങനെ നിർത്താം. പിന്നെ ജീൻസ് ഒന്ന് അല്പം ഇറക്കിയിട്ടാൽ നന്നായിരിക്കും. അതിന്റെ പൊസിഷൻ അറിയാലോ നിങ്ങൾക്കത് കൃത്യമായിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഈ പൊട്ട കണ്ണട എടുത്ത് മാറ്റുക. യു ക്യാൻ യൂസ് കൂളിംഗ് ഗ്ലാസ്. ഓക്കെ? പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ പാൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതങ്ങ് അവോയ്ഡ് ചെയ്തേക്കുക. അപ്പൊ പാൻറ് വേണ്ടേ? അങ്ങനെയല്ല, ഒരു ജീൻസ് യൂസ് ചെയ്യൂ. ഓക്കെ? കാത് ഓട്ടയുണ്ടോ ഇവിടെ? ഇപ്പൊ ഇല്ല. എന്തെങ്കിലും ഒരു ഇത് ഇട്ടോളൂ കേട്ടോ, ഒരു കടുക്കൻ പോലെ എന്തെങ്കിലും. ഒരു സ്റ്റഡ് ചെയ്തു ഇങ്ങനെ ഇടയ്ക്ക് മുടി ഇങ്ങനെ